ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനായി അറിയപ്പെട്ടിരുന്ന ഹൈദരാബാദിലെ അവസാനത്തെ നിസാം മിർ ഉസ്മാൻ അലി ഖാൻ തന്റെ രാജ്യത്തെ മുത്തും സമ്പത്തും പോലെ തന്നെ പ്രശസ്തനുമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ മറ്റു നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ പോലെ നിസാമും പുതിയ തലസ്ഥാനത്ത് തന്റേതായ ഒരു അടയാളം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഡൽഹിയിൽ ഒരു സാധാരണ സ്ഥലം കൊണ്ട് തൃപ്തനാകാൻ അദ്ദേഹം തയ്യാറായില്ല. വൈസ്രോയുള്ള വസതിക്ക് സമീപമുള്ള പ്രിൻസസ് പാർക്കിൽ തനിക്ക് ഭൂമി വേണമെന്ന് അദ്ദേഹം രോഷത്തോടെ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ബ്രിട്ടീഷുകാർ തള്ളിയെങ്കിലും ഒടുവിൽ രാജ്പഥിന്റെ അറ്റത്ത് ജോർജ് അഞ്ചാമൻ രാജാവിന്റെ പ്രതിമയ്ക്ക് ചുറ്റും ഭൂമി അനുവദിച്ച 5 സംസ്ഥാനങ്ങളിൽ ഹൈദരാബാദും ഉൾപ്പെട്ടു. തന്റെ രാജ്യത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ ഒരു കൊട്ടാരം നിർമ്മിക്കാനുള്ള ചുമതല നിസാം പ്രശസ്ത വാസ്തുശില്പിയായ എഡ്വിൻ ലുട്യൻസിനെ ഏൽപ്പിച്ചു. വൈസ്രോയുടെ വീടിന്റെ അതേ ഗാംഭീര്യത്തിൽ ഒരു വീട് നിർമ്മിക്കാനാണ് നിസാം ആഗ്രഹിച്ചതെങ്കിലും ലുട്യൻസ് അത് അംഗീകരിച്ചില്ല. പകരം അദ്ദേഹം യൂറോപ്യൻ മുഗൾ ശൈലിയിൽ മറ്റൊരു വിസ്മയം സൃഷ്ടിച്ചു. ചിത്രശലഭത്തിന്റെ രൂപത്തിൽ ഒരു കൊട്ടാരം. ലുട്യൻസ് ഹൈദരാബാദ് ഹൗസിന് നൽകിയത് തികച്ചും സവിശേഷമായ ഒരു രൂപകൽപ്പനയായിരുന്നു. ഈ കൊട്ടാരം ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ടു. ഇതിന്റെ മുൻവാതിലുകൾ ഷഡ്ഭുജത്തിൽ പ്രധാന റോഡിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ചിത്രശലഭത്തിന്റെ ചിറകുകൾ സമീപത്തുള്ള റോഡുകളുമായി ലയിച്ചു. ന്യൂഡൽഹിയിലെ എല്ലാ നാട്ടുരാജ്യ കൊട്ടാരങ്ങളിലും വെച്ച് ഏറ്റവും വലുതായിരുന്നു ഇത്. വാസ്തുവിദ്യയും ചെലവും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് ഹൗസിനായി 1903 ലെസ്റ്റർഷെയറിലെ പാപ്പിലോൺ ഹാളിൽ നിന്നുള്ള തന്റെ ചിത്രശലഭ പദ്ധതിയാണ് ലുട്യൻസ് ഉപയോഗിച്ചത്. 1920കളിൽ അന്നത്തെ കാലത്ത് അമ്പരിപ്പിക്കുന്ന ചെലവായ 2 ലക്ഷം പൗണ്ട്, അതായത് ഇന്നത്തെ ഏകദേശം 170 കോടി രൂപ മുടക്കിയാണ് ഈ കൊട്ടാരം പണിതത്. ഹൈദരാബാദ് ഹൗസിൽ 36 മുറികളാണുള്ളത്. മുറ്റങ്ങൾ, കമാനങ്ങൾ, ഗംഭീരമായ പടികൾ, ജലധാരകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രധാന വാസ്തുവിദ്യാ സവിശേഷതകൾ. പ്രവേശന ഹാളോട് കൂടിയ താഴികക്കുടം, ഇതിന്റെ വൃത്താകൃതിയുള്ള കമാനങ്ങൾ റോമിലെ പാന്തിയോണിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. വൈസ്രോയുടെ ഭവനത്തെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യന്റെ വീട് അതിന്റെ പ്രൗഢിയിൽ ഒട്ടും കുറവ് വരുത്തിയില്ലെന്ന് നിസാം ഉറപ്പുവരുത്തി. രാജകീയ അന്തഃപുരത്തിന്റെ വിചിത്രമായ രൂപകൽപ്പന നോക്കിയാൽ കൊട്ടാരത്തിനുള്ളിൽ രാജകുടുംബത്തിലെ സ്ത്രീകൾക്കായി ഒരു സെനാനയും ഉണ്ടായിരുന്നു. വൃത്താകൃതിയിലുള്ള ഒരു കോർട്ടും ചുറ്റും 12 മുതൽ 15 വരെ മുറികളുമുള്ള സെനാനയുടെ രൂപകൽപ്പന അല്പം വിചിത്രമായിരുന്നുവെന്ന് അന്നത്തെ വൈസ്രോയി ലോർഡ് ഹാഡിംഗ് നിരീക്ഷിച്ചു. സാധാരണ കുതിരപ്പെട്ടിയുടെ വലിപ്പമുള്ള മുറികളിൽ മേൽക്കൂരയോട് ചേർന്ന ഒരു ജനൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 6 ടൈൽ ചെയ്ത കുളിമുറികൾ ഉണ്ടായിരുന്നുവെങ്കിലും ബാത്ത് ടബുകളില്ലായിരുന്നു. ചൂടുള്ളതും തണുത്തതുമായ വെള്ളം കലർത്താൻ മാർഗമില്ലാത്തതിനാൽ വെള്ളം നേരിട്ട് സ്ത്രീകളുടെ മേൽ ഒഴുക്കി. ലുട്യൻസിന്റെ കൊട്ടാരങ്ങളിൽ ഏറ്റവും വലുതും ഗംഭീരവുമായിരുന്നു ഹൈദരാബാദ് ഹൗസ്. ഇതിന്റെ ആഡംബരം നിസാമിന്റെ അപാരമായ വജ്രഖനികളിൽ നിന്നും നിധികളിൽ നിന്നും ധനസഹായം ലഭിച്ചുകൊണ്ടായിരുന്നു. നാട്ടുരാജ്യ ഇന്ത്യയുടെ വാസ്തുവിദ്യ പ്രൗഢി എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിച്ചത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഹൈദരാബാദ് ഹൗസിന്റെ വിധി മാറി മറിഞ്ഞു. ഓപ്പറേഷൻ പോളോ വഴി ഹൈദരാബാദ് സംസ്ഥാനം 1948 ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. അതിനുശേഷം നിസാം അപൂർവമായി മാത്രം ഉപയോഗിച്ചിരുന്ന ഈ കൊട്ടാരം കൈമാറ്റത്തിലൂടെയോ സംഭാവനയിലൂടെയോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായി. 70കളുടെ തുടക്കത്തിൽ വളർന്നുവരുന്ന ഇന്ത്യയുടെ നയതന്ത്ര ആവശ്യങ്ങൾ വർദ്ധിച്ചതോടെ വിദേശകാര്യ മന്ത്രാലയം ഹൈദരാബാദ് ഹൗസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ഇതോടെ ഒരു നിഷ്ക്രിയ രാജകീയ അവശിഷ്ടം സംസ്ഥാന സന്ദർശനങ്ങൾക്കും വിരുന്നുകൾക്കുമുള്ള ഒരു പ്രവർത്തനപരമായ നയതന്ത്ര കേന്ദ്രമായി രൂപാന്തരപ്പെട്ടു. ഡൽഹി അശോക് റോഡിലെ നമ്പർ 1 എന്ന വിലാസത്തിലുള്ള ഹൈദരാബാദ് ഹൗസ് പിന്നീട് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് എന്ന നിലയിൽ അതിന്റെ പങ്കുറപ്പിച്ചു. ബിൽ ക്ലിന്റൺ, ജോർജ് W. ബുഷ്, വ്ളാഡിമിർ പുടിൻ തുടങ്ങി ലോക നേതാക്കൾ ഉന്നതതല വിരുന്നുകൾക്കും ഉഭയകക്ഷി ചർച്ചകൾക്കും സംയുക്ത പത്രസമ്മേളനങ്ങൾക്കുമായി ഇവിടെ അതിഥികളായി എത്തി. ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യ വീണ്ടും സ്വീകരിച്ചപ്പോൾ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൊട്ടാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് വേദിയായി ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതുകയാണ്.